ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചില്ലിങ് സെഞ്ചാരീസ്. ഉത്തരാഖണ്ഡ് സീരീസിലെ എപ്പിസോഡ് 5 ആണിത്. ഞങ്ങളിപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണുള്ളത്. അപ്പോൾ ഡെറാഡൂണിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസും പിന്നെ അതിനടുത്ത് നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഇന്ന്. ഡെറാഡൂണിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിത്. ഇപ്പോൾ രാവിലെയാണ് സമയം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയിലുള്ള ആൻറ്റീനോട് ഇവിടെ അടുത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പം ഈ ഒരു തുളസി ഭോജനാലയ എന്നുള്ള റെസ്റ്റോറൻ്റാണ് അവർ പറഞ്ഞത്. അതുപ്രകാരം ഞങ്ങളിത് ഇവിടെ വരികയും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നൊരു കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ മഴ പേടിച്ച് ഞങ്ങൾ എന്താണെങ്കിലും റൂമിൽ ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കോട്ട് വാട്ടർ റെസിസ്റ്റൻറ്റും വാട്ടർ പ്രൂഫൊക്കെ ആണെങ്കിലും ഈ ഒരു വട്ടം ഞങ്ങൾ റിസ്ക് എടുക്കാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ കുറച്ച് ഡ്രസ്സുകളായിട്ടാണ് ഞങ്ങൾ ഈ രാത്രി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മഴ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റെയിൻ കോട്ട് വാങ്ങി ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള യാത്രയൊക്കെ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ടൈപ്പ് സ്പെഷ്യൽ കറിയാണ്. ഞങ്ങൾ വെജാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പരിപ്പ് കറിയാണ്, പക്ഷേ നമ്മളുടെ രീതിയിലല്ല, ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു പരിപ്പ് കറിയാണ്. ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ള ഈ ഒരു റൊട്ടി നല്ല വെറൈറ്റി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരു റിസ്കിന് നിൽക്കാതെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കോട്ട് വാങ്ങാനായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ലീവ് ആവയ്ക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് കറിയാണ്. ഇതിൻ്റെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ മറന്നുപോയി. അപ്പോൾ ഇത് ഗ്രേവിയിൽ ഇതുപോലത്തെ വെജ് ബോൾസ് ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് പരിചയമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ഡെറാഡൂണിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അത് കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്റ്റേയിൽ ഒരു നല്ല അടിപൊളി ഗാർഡനൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിയോന് ഈ ഒരു ചെയറിലൊക്കെ ഇരുന്ന് ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കണം എന്നാണ് പറയണത്. പക്ഷേ പൊടിമഴ ആയത് കാരണം ഞങ്ങളിപ്പോൾ അതൊക്കെ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബുദ്ധ ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മഴ പെയ്യുന്ന പോലത്തെ കാലാവസ്ഥയാണ്. പക്ഷെ അത് ആദ്യം ഒരു സങ്കടമായിട്ട് തോന്നിയെങ്കിലും ഞങ്ങളുടെ ഞങ്ങളോട് Airbnb ഹോസ്റ്റ് പറഞ്ഞു ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിലും മഞ്ഞ് വീഴ്ചക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടിയാണ്. മസൂരിൽ തന്നെ മഞ്ഞ് വീഴ്ച കാണാൻ പറ്റുവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അപ്പൊ ഞങ്ങൾ ഡെറാഡൂണിൽ എത്തിയിട്ട് കറങ്ങാനായിട്ട് തിരഞ്ഞെടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ലോക്കലായിട്ട് ഒരു സ്കൂട്ടി റെന്റിനെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഹോസ്റ്റിനെ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അവർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു സ്കൂട്ടി തരികയും നമുക്ക് പിന്നെ ഇപ്പം തിരിച്ചു കൊടുക്കാനാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നവർ തിരിച്ചെടുക്കുന്ന ഒരു ഓപ്ഷനൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഇതിന്റെ കൂടെ അവരൊരു ഹെൽമെറ്റാണ് തന്നത്. അപ്പൊ അവർ പറഞ്ഞത് ഇവിടെ ഡെറാഡൂണിൽ പുറകിലിരിക്കുന്നവർക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 ഹെൽമെറ്റ് കൊണ്ടുവന്നായിരുന്നു. ലിയോവയുടെ ഹെൽമെറ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തണുപ്പ് കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് മാസ്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റോളമായി സ്കൂട്ടിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. അവളൊക്കെ ഇങ്ങനെ തണുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, ചെറിയൊരു പൊടിമഴ ഉള്ളത് കൊണ്ട് നനയണ്ടെന്ന് വിചാരിച്ച വൂളൻ ഗ്ലൗസ് ആയിരുന്നു. അപ്പൊ അത് ഇട്ടിട്ടില്ല. പക്ഷെ കൈയൊക്കെ അത്യാവശ്യം നല്ലപോലെ തണുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ എത്രയും വേഗം ഗ്ലൗസ് ഒക്കെ ഇടണം. അപ്പൊ ഞങ്ങള് ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന വഴിയെ കാണിക്കാം. ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് സീരീസാണ് ഇത്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറിയത് കാരണം ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഊരി വെച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ലമന്റ് ടൗണിലെ ന്യൂ ബസ്തിയിലാണ്. അപ്പോൾ ഡെറാഡൂൺ സിറ്റിയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഒരു ബുദ്ധ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് ലോക്കൽ ബസ് സർവീസ്, ഷെയർഡ് ഓട്ടോ, ടാക്സി ഇതൊക്കെ അവൈലബിൾ ആണ്. മഹാബോധി ബുദ്ധ സ്റ്റാച്യു റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരവും കണ്ട കാഴ്ചകളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചകളാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ടിബറ്റൻ റെസ്റ്റോറൻറ്റ്സ്, ടിബറ്റൻ കൾച്ചർ വിളിച്ചറിയിക്കുന്ന ഒത്തിരി ഷോപ്സ് ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. പരമ്പരാഗത ടിബറ്റൻ രൂപകൽപ്പനയിൽ പണിയിപ്പിച്ചിരിക്കുന്ന ഒരു വാസ്തുവിദ്യ മാസ്റ്റർ പീസാണ് ഡെറാഡൂണിലുള്ള ഈ ഒരു ബുദ്ധക്ഷേത്രം.
ഇനി ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധക്ഷേത്രം 1965 ടിബറ്റൻ സമൂഹം ബുദ്ധമതം പഠിപ്പിക്കലുകളുടെയും ആചാരങ്ങളുടെയൊക്കെ കേന്ദ്രമായിട്ട് സ്ഥാപിച്ചതാണ്. അതുപോലെ ടിബറ്റൻ സംസ്കാരവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്മ ബുദ്ധമത സ്കൂളിലെ 6 പ്രധാന ആശ്രമങ്ങളിൽ ഒന്നായ മൈൻഡ് റോളിംഗ് മൊണാസ്ട്രിയുടെ ഭാഗമാണ് ഈ ഒരു ബുദ്ധക്ഷേത്രം. ടിബറ്റൻ കല, സംസ്കാരം, പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഡെറാഡൂണിലുള്ള ഈ ഒരു ബുദ്ധക്ഷേത്രം. ഇവിടുത്തെ സ്തൂപങ്ങളെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന, അതിൻ്റെ പ്രാധാന്യം ഇവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ സഞ്ചാരികൾക്കായി ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പൂന്തോട്ടമാണ് ഇവിടെ ചുറ്റുമുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് 185 അടി ഉയരമുള്ള ഈ ഒരു മഹാസ്തൂപം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്തൂപങ്ങളിൽ ഒന്നാണിത്. ഈ ഒരു ക്ഷേത്രത്തിലെ വിസിറ്റിംഗ് അവേഴ്സ് രാവിലെ 10 മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 6 മണി വരെയുമാണ്. അതിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വിസിറ്റിംഗ് അവേഴ്സ് ഉള്ളൂ. ഡൂൺ താഴ്വരയിലെ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഐക്കോണിക് ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിൽ ഒന്നാണ്. ശാന്തതയും സമാധാനവും പ്രചരിപ്പിക്കുന്ന ഭഗവാൻ ബുദ്ധന്റെ മനോഹരമായ സ്വർണ്ണ ബുദ്ധ പ്രതിമ ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന സങ്കീർണമായ ചുവർ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ധ്യാനിക്കാനും ശാന്തമായ ചുറ്റുപാടുകളിൽ മുഴുകാനും കഴിയുന്ന വിശാലമായ മെഡിറ്റേഷൻ ഹാളും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ മുഴുവനായി കണ്ടു തീർക്കാൻ ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ നമ്മളിവിടെ ചെലവിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് നല്ലപോലെ മഴയുള്ളത് കൊണ്ട് സന്ദർശകരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേക ഫീസ് ആവശ്യമില്ലെങ്കിലും നമ്മൾ വരുന്ന വെഹിക്കിൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സമയം പോയതറിഞ്ഞില്ല. ഇപ്പം ഏകദേശം ക്ലോസിംഗ് ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു മെയിൻ ആ ടിബറ്റൻ ആ ഒരു ഏരിയയിലെത്തിയപ്പം ഞങ്ങൾ അവിടെയുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തിരക്കുള്ള 1-2 റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പം അവിടെ കയറി ഡിന്നർ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ആൻഡ് ബീഫ് മോമോയാണ്. പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ മോമോയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസും നൂഡിൽസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മോമോസാണ് ആദ്യം തന്നെ എത്തിയത്. ലിയുവിന് ഈ ഒരു ചിക്കൻ നൂഡിൽസും മോമോസും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നൂഡിൽസ് കഴിച്ചിട്ട് അവൻ പറയണത് സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കയറിയത് വേറൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ദേഷ്യപ്പെട്ട് അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ പെരുമാറുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പം അതിൽ കുറേ പേർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ടൈമായിട്ടും ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കിട്ടിയവർക്കാണെങ്കിൽ പകുതി ഫുഡേ കിട്ടിയിട്ടുള്ളൂ. അവർ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും എത്തിയില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ആയിരുന്നു. കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് പോകുന്നതും കണ്ടു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്തോട്ട് സ്റ്റാഫൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കൂടുതൽ റിസ്ക് എടുക്കണ്ട, കാരണം ഇവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഈ ഏരിയയിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ച വേറെ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഇവിടേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം കറക്റ്റായിരുന്നു. കാരണം ഇവിടെ നമുക്ക് നല്ല ടേസ്റ്റി ഫുഡ് തന്നെ വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ മഴ ഇല്ല എന്നാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഡെറാഡൂണിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പതുക്കെ റൂമിലേക്ക് പോകാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവരാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പം അവർ പറഞ്ഞത് ഇപ്പോൾ ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യും, പക്ഷേ സീസൺ ടൈമിൽ ഇവർ 9-10 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബുദ്ധ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടു, ടിബറ്റൻ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങളുടെ ഇന്നത്തെ ഡെറാഡൂൺ എക്സ്പ്ലോറേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.